എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രണവും പ്രവീണും തന്നെയാണ്. കുറച്ചു മുൻപ് ഞാനൊരു ഷോർട്സ് ചെയ്തിരുന്നു, ഒരു വീഡിയോ ഇട്ടിരുന്നു എന്നല്ലേ. അതിന് മറുപടിയായിട്ട് പ്രവീൺ ഇനി വരരുത്, സോഷ്യൽ മീഡിയയിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി തേക്കരുത് എന്ന് പ്രവീൺ പുതിയൊരു വീഡിയോ ഇട്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഒരു രീതിയിലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ് അവർ അവരുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പ്രവീൺ പറയുന്നു ഡൊമസ്റ്റിക് വയലൻസ് ആണ് ആ വീട്ടിൽ നടക്കുന്നത്. അച്ഛനും അമ്മയും തന്നെയാണ് എല്ലാത്തിനും കാരണം. നിങ്ങൾ വിചാരിക്കും മൃദുലയെ കല്യാണം കഴിച്ചുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെയെന്ന്. എന്നാൽ അല്ല, ഇത് ചെറുപ്പം മുതലേ ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. 2 മക്കളോ 3 മക്കളോ 4 മക്കളോ ഉണ്ടായിക്കോട്ടെ, അവരെല്ലാം ഒരേ കണ്ണോട് കൂടി കാണാൻ അച്ഛനും അമ്മയും പഠിക്കണമെന്നാണ് പ്രവീൺ പറയുന്നത്. അപ്പോൾ പ്രശ്നം തുടങ്ങുന്നത് അവിടെയാണ്. പ്രവീൺ മൂത്ത മകനും കൊച്ചു ചെറിയ മകനുമാണ്. അത് എല്ലാ കുടുംബത്തിലും അങ്ങനെ തന്നെയല്ലേ? ഒരുവിധം എല്ലാ കുടുംബത്തിലും ചെറിയ കുട്ടികളോട്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരോട് കുറച്ച് വാത്സല്യം കൂടും. അത് മൂത്തയാളോട് സ്നേഹമില്ല എന്നിട്ടല്ല, അത് ചെറിയ കുട്ടിയായതിൻ്റെ ഒരു സ്നേഹം, അത്രയേ ഉള്ളൂ. ഇത് ചെറുപ്പം മുതൽ തന്നെ കണ്ടു വളരുന്ന പ്രവീണിൻ്റെ മനസ്സിൽ ആഴത്തിൽ തറയ്ക്കുകയും വലുതാവും തോറും കൊച്ചുവിനോടുള്ള ആ ഒരു പുറമേ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഉള്ളിൽ ആ ഒരു ദേഷ്യം വളർന്നു വരികയും അച്ഛനും അമ്മയും എന്ത് കാണിച്ചാലും അത് ഉണ്ടായി കാണിക്കുന്നത് പോലെ തോന്നുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം എല്ലാ കുടുംബത്തിലും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുള്ളതുമാണ്. അതാണ് ഒരു കാര്യമായിട്ട് പ്രവീൺ പറയുന്നത്. അതാണ് എല്ലാത്തിനും തുടക്കവും. മൃദുലയെ കല്യാണം കഴിച്ചത്. പ്രവീൺ മൃദുലയെ പ്രേമിച്ചിട്ടാണ് വിവാഹം കഴിക്കുന്നത്. കുറച്ചു കാലം പ്രണയിച്ചിട്ടായിരുന്നു, പിന്നീടായിരുന്നു വിവാഹം ഉണ്ടായിരുന്നത്. പ്രേമിക്കുന്ന സമയത്ത് പ്രവീണും മൃദുലയുമായിട്ട് ഇങ്ങനെയൊരു ടോക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാകും. അതായത് അച്ഛനും അമ്മയ്ക്കും കൊച്ചുവിനോടാണ് കൂടുതൽ താല്പര്യം, പ്രവീണിനെ അന്ന് അത്ര ഇഷ്ടമല്ല എന്ന രീതിയിലൊക്കെ അതെന്തായാലും മൃദുലയുടെ മനസ്സിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മൃദുലയും ആ കണ്ണിൽ തന്നെയായിരിക്കും അനിയനെയും അച്ഛനെയും അമ്മയെയും ഒക്കെ കാണുന്നുണ്ടാകുക. ഞാൻ സ്ഥാപിക്കുകയല്ല, എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒരിക്കലും ഒരു അച്ഛനും അമ്മയും 2 3 മക്കളെയൊക്കെ എല്ലാവരും വെവ്വേറെ രീതിയിൽ കാണാൻ കഴിയില്ല. എല്ലാവരും ഒരുപോലെ വരുന്നതാണ്. ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നതല്ലേ. എങ്ങനെയാണ് എല്ലാ മക്കളെയും വെവ്വേറെ രീതിയിൽ കാണാൻ കഴിയുക? നന്നായി കുടിക്കുന്ന ആൾ കൂടിയാണെന്ന് പ്രവീൺ പറയുന്നുണ്ട്. അതിന് അച്ഛനും അമ്മയും ഒന്നും പറയാറില്ല. അച്ഛനും അമ്മയും പ്രണവിനെ പേടിയാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. അവൻ എന്താണോ പറയുന്നത് അതാണ് ആ വീട്ടിൽ നടക്കുന്നത്. ഇവിടെ വേറെ ആർക്കും വോയിസ് ഇല്ല. വീഡിയോസ് കണ്ടിരുന്ന സബ്സ്ക്രൈബേഴ്സ് സത്യം പറഞ്ഞാൽ അന്തം വിട്ട് നിൽക്കുന്നുണ്ടാകും. കാരണം ഒരു വീഡിയോയിൽ പോലും ഒരു ചെറിയ രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ പോലും സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. മൃദുലയെ പ്രവീൺ വിവാഹം കഴിക്കുമ്പോഴും അതിനടിയിൽ വന്ന എല്ലാ കമൻസും മൃദുല എന്തൊരു ലക്കിയാണ്, എത്ര നല്ല ഫാമിലിയിലോട്ടാണ് മൃദുല പോകുന്നത് എന്നൊക്കെയായിരുന്നു. എല്ലാവരുടെയും ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ഫാമിലി എന്നൊക്കെ. ആ ഫാമിലിയാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. എനിക്കിനി തോന്നുന്നത് ഇനി കൂട്ടിച്ചേർത്താലും കൂടാൻ പോകുന്നില്ല എന്നാണ്. എന്ത് പ്രശ്നം തന്നെയായാലും ഒരു ഗർഭിണിയായ, അതും 9 മാസം, ഏതാണ്ട് 4 ദിവസം 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ പ്രസവിക്കാൻ. അങ്ങനെയൊരു പെണ്ണിനെ ഉപദ്രവിച്ചത് തെറ്റ് തന്നെ. അറിയില്ല വീണ്ടും പ്രണവും അച്ഛനും അമ്മയും അടുത്ത വീഡിയോ ആയിട്ട് വരുമോ. എന്ത് ന്യായീകരണം നിരത്തിയാലും ഈ ഗർഭിണിയോട് ചെയ്തത് അതിക്രൂരത തന്നെ, അതിന് സംശയമൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.